ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 16. ചതുർവിധാ ഭജന്തെ മാം ജനാഃ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. വിവർത്തനം. ഹേ ഭരതകുലശ്രേഷ്ഠ, സുകൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്: ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഭാവാർത്ഥം: ദുഷ്കൃതികളെപ്പോലെയല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. ഇവരെ സുകൃതികൾ എന്ന് വിളിക്കുന്നു. ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇക്കൂട്ടർ പ്രായേണ ഭഗവത് ഭക്തരാണ്. ഇവരിലുണ്ട് 4 വിഭാഗങ്ങൾ: ദുഃഖിതൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്നവൻ. ശുദ്ധഭക്തന്മാരല്ല ഇവർ. പല പല കാരണങ്ങളാലും ഭഗവത് ഭക്തിയുത സേവനത്തിന് വരുന്നവരാണിവർ. ഇവരാരും ശുദ്ധഭക്തരല്ല. ഭക്തിയുത സേവനത്തിന് പുറമേ അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്. ശുദ്ധഭക്തി എന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ്. ഭക്തിരസാമൃത സിന്ധു 1:11 ഭക്തിയെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു: അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. കാമ്യകർമ്മങ്ങളിലൂടെയോ തത്വജ്ഞാനത്തിലൂടെയോ ഭൗതികമായ നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേന കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം. അതാണ് ഉത്തമ ഭക്തി. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെത്തുന്ന ഈ 4 വിധ ഭക്തരും ഒരു ശുദ്ധഭക്തന്റെ സത്സംഗമുണ്ടായാൽ പരിശുദ്ധി നേടി പരമഭക്തരാകും. ദുഷ്കൃതികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം സ്വാർത്ഥമയവും സംയമരഹിതവും ആധ്യാത്മിക ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുമാകയാൽ അവർക്ക് ഭക്തിയുത സേവനം ദുഷ്കരമാണ്. എന്നാൽ അവരിൽ ചിലർ യാദൃച്ഛികമായി ശുദ്ധഭക്തനുമായുള്ള സമ്പർക്കത്താൽ ശുദ്ധഭക്തന്മാരായിത്തീരും. എല്ലായ്പ്പോഴും കാമ്യകർമ്മങ്ങളിൽ തിരക്കേറിയവർ ഭൗതിക ക്ലേശങ്ങളോടെ ഭഗവത് സന്നിധി പോകുമ്പോൾ വിശുദ്ധരായ മറ്റു ഭക്തന്മാരുമായി അവർക്ക് സഹവസിക്കാൻ അവസരം കിട്ടുകയും തന്മൂലം അവർ ശുദ്ധഭക്തന്മാരായി തീരുകയും ചെയ്യും. ഭൗതിക ലോകത്തിൽ നിന്ന് നിരാശ മാത്രം ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ ചിലർ ചിലപ്പോൾ ശുദ്ധഭക്തന്മാരുമായി ബന്ധപ്പെടാൻ വരുന്നു. അപ്രകാരം അവരിൽ ഭഗവത് തത്വം ഗ്രഹിക്കാനുള്ള ജിജ്ഞാസ ഉദിക്കുന്നു. ഇതേപോലെ എല്ലാ ജ്ഞാനമണ്ഡലങ്ങളിലും പരാജയം സംഭവിക്കുമ്പോൾ ശുഷ്ക ദാർശനികർ ഭഗവത് ജ്ഞാനത്തിനു വേണ്ടി ഉത്കണ്ഠാകുലരായി ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെയോ മഹാഭാഗവതന്മാരുടെയോ കാരുണ്യത്താൽ അവ്യക്തഗത ബ്രഹ്മജ്ഞാനത്തെയും സ്ഥാനീയ പരമാത്മജ്ഞാനത്തെയും അതിക്രമിച്ച് വ്യക്തിഗതനായ ഭഗവാനെക്കുറിച്ച് അറിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ദുഃഖിതരും ജിജ്ഞാസുക്കളും ധനകാംക്ഷികളും ജ്ഞാനാന്വേഷികളുമെല്ലാം ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തരായി പ്രാപഞ്ചികങ്ങളായ നേട്ടങ്ങൾ ആധ്യാത്മികോന്നതിയുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടവയല്ലെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ശുദ്ധഭക്തന്മാരായി മാറുകയും ചെയ്യും. ആ വിശുദ്ധ അവസ്ഥയിലെത്തുന്നതുവരെ അതീന്ദ്രിയമായ ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നവർ കാമ്യകർമ്മങ്ങളുടെയും ഭൗതിക ജ്ഞാനകാംക്ഷികളുടെയും ദൂഷിത വലയത്തിൽപ്പെട്ടിരിക്കുകയുള്ളൂ. ഇവയെ അതിക്രമിച്ചു വേണം ഒരാൾക്ക് വിശുദ്ധ ഭക്തിപരമായ സേവനത്തിലേർപ്പെടാൻ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.